ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴം ആകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം. അപ്പോൾ പഴമൊക്കെ ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിന് അടുത്തായിട്ട് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് റവയാണ്. റവയും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ എടുക്കുന്ന റവ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് തന്നെ പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ആ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ റവയും പഴമൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി ഒരു പാലിൽ കിടന്നിട്ട് റവയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ടുള്ള മാവാക്കിയെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരുപാട് ചൂടാറണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ഒന്ന് വിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ കയ്യേറ്റും ഇതുപോലെ തൊടാൻ പറ്റുന്നൊരു പാകമായാൽ ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ, എന്നാലേ കറക്റ്റ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യാക്കിയിട്ട് അതിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യിന് പകരം വെളിച്ചെണ്ണയിലോ ഓയിലോ ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യിലാണ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളർ മാറ്റിയെടുക്കാം. ഇനി ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതൊക്കെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റി ആവും. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും പെട്ടെന്ന് വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.